നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എജ്യൂടെക്. 10th പ്രിലിംസ് അടുത്ത ഘട്ടങ്ങളിൽ പരീക്ഷ എഴുതേണ്ടവർ നോക്കിയിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മുൻവർഷ ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ മാർക്ക് നേടിത്തരുന്ന ചോദ്യങ്ങൾ മാത്രം, എല്ലാ പരീക്ഷകൾക്കും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ മാത്രം. നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം: ഇന്ത്യയിൽ നടപ്പിൽ വരുത്തേണ്ട ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനായി ബ്രിട്ടീഷ് ഗവൺമെന്റ് വിളിച്ചു ചേർത്ത വട്ടമേശ സമ്മേളനങ്ങൾ നടന്ന വർഷങ്ങൾ ഏതൊക്കെയാണ്? 1930, 31, 32 വർഷങ്ങളിലായിട്ടാണ് വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത്. ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏതാ? 2ാം വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്തത്. വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്ത സ്ഥലം ലണ്ടനിലെ ജെയിംസ് പാലസ് ആണ്. ലണ്ടനിലെ ജെയിംസ് പാലസ്. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തിയാര? ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കർ ഏത് വിഭാഗത്തെയാണ് പ്രതിനിധീകരിച്ചത്? അധസ്ഥിത വിഭാഗം. അധസ്ഥിത വിഭാഗത്തെയാണ് ഡോക്ടർ BR അംബേദ്കർ പ്രതിനിധീകരിച്ചത്. വട്ടമേശ സമ്മേളനങ്ങളുടെ അധ്യക്ഷനായിരുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? റാംസേ മക്ഡൊണാൾഡ്. റാംസേ മക്ഡൊണാൾഡ്. ഇനി വട്ടമേശ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ബ്രിട്ടീഷ് രാജാവ് ആരായിരുന്നു? ജോർജ് 5ാമൻ ആയിരുന്നു. ജോർജ് 5ാമൻ. ഓക്കെ, ഇനി ഒരു 10 മുൻവർഷ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. നളന്ദ സർവകലാശാല നിലനിന്നിരുന്നത് എവിടെയാണ്? ബീഹാർ. ബീഹാറിലാണ് നളന്ദ സർവകലാശാല നിലനിന്നിരുന്നത്. ഇന്ത്യയിലെ പ്രധാന സുഖവാസ കേന്ദ്രമായ ഡൽഹൌസി ഏത് സംസ്ഥാനത്തിലാണ്? ഹിമാചൽ പ്രദേശിലാണ് ഡൽഹൌസി. ഏറ്റവും കുറവ് സാക്ഷരതാ നിരക്കുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാ? ബീഹാർ. ബീഹാറാണ് ഏറ്റവും കുറവ് സാക്ഷരതാ നിരക്കുള്ള ഇന്ത്യൻ സംസ്ഥാനം. ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയെ കിൻഡർ ഗാർട്ടൻ സ്റ്റേജ് എന്ന് വിശേഷിപ്പിച്ചതാര്? ലോർഡ് ബ്രെയിൽസ്ഫോർഡ്. ലോർഡ് ബ്രെയിൽസ്ഫോർഡ് ആണ് ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയെ കിൻഡർ ഗാർട്ടൻ സ്റ്റേജ് എന്ന് വിശേഷിപ്പിച്ചത്. ചൗധരി ചരൺ സിംഗ് അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ലക്നൗ. എല്ലാ മുൻവർഷ ചോദ്യങ്ങളാണ്. ഹർഷിതം എജ്യൂടെക് ആപ്പിൽ ഈ വർഷം നടക്കാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയായ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാച്ചിൽ ഫുൾ സിലബസ് കവറേജ് ആയിട്ടുള്ള ക്ലാസ് ആണ്. വളരെ തുച്ഛമായിട്ടുള്ള ഫീസിൽ നിങ്ങൾക്ക് കിട്ടുന്നത്. സ്റ്റഡി പ്ലാനോട് കൂടിയാണ്. അപ്പോൾ ടൈം ടേബിൾ വൈസ് ക്ലാസ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ തന്നെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് വീക്ക് 1 ആദ്യത്തെ വീക്കിലെ ടൈം ടേബിൾ, അതില് ആദ്യത്തെ വീക്കിൽ 5 ദിവസം, Day 1, Day 2, Day 3, Day 4, Day 5. Day 1 എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് കൊടുത്തിട്ടുണ്ട്. Day 2, Day 3, Day 4, Day 5. ഈ 5 ദിവസം നിങ്ങൾ പഠിച്ചിട്ട് 2 ദിവസം റിവൈസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങൾ പഠിച്ചു. ശനി ഞായറും റിവൈസ് ചെയ്യുക. ഞായറാഴ്ച രാത്രി അറ്റൻഡ് ചെയ്യാനുള്ള ടെസ്റ്റും ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അങ്ങനെ വീക്ക് 1, വീക്ക് 2 ആയിട്ട് ഞാൻ ഓൾറെഡി അതിനകത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതൊരു ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, പുതിയ SCERT 5, 7, 9 ക്ലാസ്സുകളിലെ SCERT പാഠപുസ്തകങ്ങളിലെ വസ്തുതകൾ ചാപ്റ്റർ വൈസ് ആയിട്ട് തന്നെയാണ് എടുക്കുന്നത്. എല്ലാം ഈ ഒരൊറ്റ കോഴ്സിൽ നിങ്ങൾക്ക് തുച്ഛമായ ഫീസിൽ എക്സാം കഴിയുന്നത് വരെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഹർഷിതം എജ്യൂടെക് ആപ്പിലാണ് ക്ലാസ് വരുന്നത്. അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ ബാച്ച് മാത്രമല്ല, ഫയർമാന്റെ ബാച്ച് നടക്കുന്നു. ജനറൽ PSC, അതുപോലെ ഇനി വരാനിരിക്കുന്ന കമ്പനി LGS, ബെവ്കോ LD, VFA മുതലായ ബാച്ചുകളിൽ ഒരുപാട് ബാച്ചുകൾ നമ്മുടെ ആപ്പിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. എല്ലാം വളരെ തുച്ഛമായിട്ടുള്ള ഫീസിലാണ് കേട്ടോ. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എജ്യൂടെക് എന്ന് സെർച്ച് ചെയ്താലും നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എലിഫന്റ ഗുഹകൾ ഏത് നഗരത്തിനടുത്താണ് സ്ഥിതി ചെയ്യുന്നത്? മുംബൈ. APJ അബ്ദുൽ കലാമിന്റെ ജന്മസ്ഥലം ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്. ഗർഭ നൃത്തം ഏത് സംസ്ഥാനത്തിന്റെ തനത് നൃത്തരൂപമാണ്? ഗുജറാത്താണ്. ഗർഭ ഗുജറാത്ത്. ഇനി ദണ്ഡി യാത്രയെ മോസസിന്റെ ഇസ്രായേലിലേക്കുള്ള പാലായനം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? PC റോയി ആണ്. PC റോയി. അജന്ത എല്ലോറ ഗുഹാക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത് സംസ്ഥാനം? മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്ര. അപ്പൊ 10 ചോദ്യങ്ങൾ ഒന്നുകൂടെ പറയാം. ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയെ കിൻഡർ ഗാർട്ടൻ സ്റ്റേജ് എന്ന് വിശേഷിപ്പിച്ചത് ആര്? ലോർഡ് ബ്രെയിൽസ്ഫോർഡ് ആണ്. ദണ്ഡി യാത്രയെ മോസസിന്റെ ഇസ്രായേലിലേക്കുള്ള പലായനം എന്ന് വിശേഷിപ്പിച്ചത് PC റോയി.
എലിഫന്റ ഗുഹകൾ ഏത് നഗരത്തിനടുത്താണ് സ്ഥിതി ചെയ്യുന്നത്? മുംബൈയാണ്. അജന്ത എല്ലോറ ഗുഹാക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം മഹാരാഷ്ട്ര. നളന്ദ സർവകലാശാല നിലനിന്നിരുന്നത് എവിടെയാണ്? ബീഹാറിലാണ്. ഇന്ത്യയിലെ പ്രധാന സുഖവാസ കേന്ദ്രമായ ഡൽഹൌസി ഏത് സംസ്ഥാനം? ഹിമാചൽ പ്രദേശ്. ഗർഭ നൃത്തം ഏത് സംസ്ഥാനത്തിന്റെ തനതായ കലാരൂപമാണ്? ഗുജറാത്തിന്റെ തനതായ കലാരൂപമാണ്. APJ അബ്ദുൽ കലാമിന്റെ ജന്മസ്ഥലം ഏത് സംസ്ഥാനത്ത്? തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്. ഏറ്റവും കുറവ് സാക്ഷരതാ നിരക്കുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത്? ബീഹാർ ആണ്. ബീഹാർ. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം നോക്കാം. റൗലറ്റ് വിരുദ്ധ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന ദാരുണ സംഭവം ഏത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. റൗലറ്റ് നിയമം അഥവാ കരി നിയമം എന്താണ്? ഈ റൗലറ്റ് നിയമം അല്ലെങ്കിൽ റൗലറ്റ് നിയമപ്രകാരം ബ്രിട്ടീഷ് സർക്കാരിന് കിട്ടുന്ന അധികാരങ്ങൾ എന്തൊക്കെയായിരുന്നു? വിചാരണ കൂടാതെ അനിശ്ചിതകാലം ഏതൊരാളെയും തടവിലിടാം. കോടതി വിധിക്കെതിരെ അപ്പീൽ നിഷേധിക്കാം. ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാം. റൗലറ്റ് നിയമത്തിനെതിരായ സമരത്തിന് പഞ്ചാബിൽ നേതൃത്വം നൽകിയത് ആരെല്ലാമാണ്? ഡോക്ടർ സത്യപാൽ, ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ലു എന്നിവരാണ്. അപ്പോൾ ഇവരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് 1919 ഏപ്രിൽ മാസം 13 ജാലിയൻ വാലാബാഗ് മൈതാനത്തിൽ ജനങ്ങൾ ഒത്തുകൂടി. ഈ ജനങ്ങൾക്ക് നേരെയാണ് ബ്രിട്ടീഷുകാർ നിറയൊഴിച്ചത്. അപ്പോ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ദൃക്സാക്ഷിയായ ബാലൻ ആരാണ്? ഉദ്ധം സിംഗ് ആണ്. ഉദ്ധം സിംഗ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തി ആര്? മൈക്കിൾ ഒ ഡയർ. മൈക്കിൾ ഒ ഡയർ. ഈ മൈക്കിൾ ഒ ഡയറിനെ വധിച്ചതും ആര് തന്നെ? ഉദ്ധം സിംഗ് എന്ന് 1940 മാർച്ച് മാസം 13. അപ്പോൾ പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടെങ്കിൽ ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കി എന്ന് അഭിപ്രായപ്പെട്ടതാര്? ഗാന്ധിജിയാണ്. ഏത് വേളയിൽ? ജാലിയൻ വാലാബാഗ് സംഭവം നടന്ന വേളയിൽ ഗാന്ധിജി ഇപ്രകാരം അഭിപ്രായപ്പെട്ടു. റൗലറ്റ് നിയമം നിലവിൽ വന്നതെന്ന 1919 മാർച്ച് മാസം 10. 1919 മാർച്ച് മാസം 10 റൗലറ്റ് നിയമം നിലവിൽ വന്നത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ കുറിച്ച് അന്വേഷണം നടത്തിയ കമ്മീഷൻ ഏത്? ഹണ്ടർ കമ്മീഷൻ. ഹണ്ടർ കമ്മീഷൻ. ഇനി ഒരു 10 മുൻവർഷ ചോദ്യം നോക്കാം. ബംഗാൾ വിഭജനം നടക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? കഴ്സൺ പ്രഭുവാണ്. കഴ്സൺ പ്രഭു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ഡഫറിൻ പ്രഭുവാണ്. ഡഫറിൻ പ്രഭു. ആദ്യത്തെ ക്രമീകൃത സെൻസസ് നടക്കുമ്പോൾ റിപ്പൺ പ്രഭുവായിരുന്നു ഇന്ത്യയിലെ വൈസ്രോയി. ജനകീയനായ വൈസ്രോയി എന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രഭു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുമ്പോൾ ചെംസ്ഫോർഡ് പ്രഭുവായിരുന്നു ഇന്ത്യയിലെ വൈസ്രോയി. ചെംസ്ഫോർഡ്. റൗലറ്റ് നിയമം പാസ്സായപ്പോൾ ചെംസ്ഫോർഡ് പ്രഭു. റൗലറ്റ് നിയമം പിൻവലിച്ചപ്പോൾ റീഡിംഗ് പ്രഭു. റീഡിംഗ് പ്രഭു. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സായപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി മൗണ്ട് ബാറ്റൺ. മൗണ്ട് ബാറ്റൺ. സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇർവിൻ പ്രഭുവായിരുന്നു ഇന്ത്യയിലെ വൈസ്രോയി. സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇർവിൻ പ്രഭു. ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തപ്പോൾ ഹാർഡിഞ്ച് സെക്കൻഡ്. ഹാർഡിഞ്ച് സെക്കൻഡ്. ചൗരി ചൗര സംഭവം നടക്കുമ്പോൾ റീഡിംഗ് പ്രഭു. റീഡിംഗ് പ്രഭു. ഇനി കൊൽക്കത്ത പട്ടണം ഏത് നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു? ഹൂഗ്ലി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. ഹൂഗ്ലി നദിയുടെ തീരത്താണ് കൊൽക്കത്ത പട്ടണം സ്ഥിതി ചെയ്യുന്നത്. ടൂറിസത്തെ വ്യാവസായികമായി അല്ലെങ്കിൽ ഒരു വ്യവസായമായി അംഗീകരിച്ച ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. കേരളം. ക്ലിയർ. അടുത്ത ചോദ്യം നോക്കാം. വൈകുണ്ഠ സ്വാമിയുമായി ബന്ധമില്ലാത്തത് ഏത്? വില്ലുവണ്ടി സമരം നയിച്ചു എന്നുള്ളത് തന്നെയാണ്. വില്ലുവണ്ടി സമരം 1893. ആരാണ്? അയ്യങ്കാളിയാണ്. അയ്യങ്കാളി. ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ദൈവം ഒന്ന്, ലോകം ഒന്ന് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. വൈകുണ്ഠ സ്വാമികൾ. ക്ഷേത്രങ്ങളിൽ നിലനിന്നിരുന്ന ദേവദാസി സമ്പ്രദായത്തെ എതിർത്ത നവോത്ഥാന നായകനാര്? വൈകുണ്ഠ സ്വാമികൾ. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം മുഴക്കിയതാര്? വൈകുണ്ഠ സ്വാമികൾ. വൈകുണ്ഠ സ്വാമികളുടെ പ്രധാന കൃതികൾ ഏതൊക്കെ? അഖിലത്തിരുട്ട്, അരുൾനൂൽ എന്നിവയാണ്. അഖിലത്തിരുട്ട്, അമ്മാനെ, അരുൾനൂൽ. വൈകുണ്ഠ സ്വാമികൾ ജനിച്ചതെന്ന് 1809 മാർച്ച് മാസം 12 സ്വാമിത്തോപ്പിൽ. ഇദ്ദേഹം മരിച്ചതെന്നാണ് 1851. 1851. വൈകുണ്ഠ സ്വാമികൾ സമത്വ സമാജം എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയതെന്ന് 1836.
1936 സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. ചാന്നാർ സ്ത്രീകൾക്ക് മുട്ടിന് താഴെ എത്തും വിധം മുണ്ടുടുക്കാനും മേൽമുണ്ട് ധരിക്കാനുമുള്ള അവകാശത്തിന് വേണ്ടി നടന്ന ചാന്നാർ ലഹളയുടെ പ്രവർത്തനങ്ങൾക്ക് പ്രചോദനമേകിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? വൈകുണ്ഠ സ്വാമികൾ. എല്ലാം മുൻവർഷ ചോദ്യങ്ങളാണ്. ഇനി ഒരു 10 മുൻവർഷ ചോദ്യം നോക്കാം. ഡബോളിം വിമാനത്താവളം എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? ഗോവയിലാണ് ഡബോളിം വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. മയ്യഴി അല്ലെങ്കിൽ മാഹി ആരുടെ കോളനിയായിരുന്നു? ഫ്രഞ്ച് കോളനിയായിരുന്നു മാഹി. ഉപ്പ് സത്യാഗ്രഹത്തെ എൽബയിൽ നിന്നും പാരീസിലേക്കുള്ള നെപ്പോളിയന്റെ മടക്കയാത്ര എന്ന് വിശേഷിപ്പിച്ചതാര്? സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ്, എ സ്റ്റോം ഇൻ എ ടീ കപ്പ് എന്ന് വിശേഷിപ്പിച്ചതാരാണ്? ലോർഡ് ഇർവിൻ പ്രഭു. താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആഗ്രയിലാണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടൽക്കാടുകൾ ഒരു കടുവാ സംരക്ഷണ കേന്ദ്രം കൂടിയാണ്. ഇത് ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? സുന്ദർബൻസ്, പശ്ചിമ ബംഗാളിൽ സ്ഥിതി ചെയ്യുന്നു. എണ്ണൂർ തുറമുഖം ഏത് സംസ്ഥാനത്ത്? തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്നു. ലക്ഷദ്വീപിന്റെ ക്യാപിറ്റൽ ഏതാണ്? കവരത്തിയാണ് ലക്ഷദ്വീപിന്റെ ക്യാപിറ്റൽ. പ്രധാന തീർത്ഥാടന കേന്ദ്രമായ ഹരിദ്വാർ, കേദാർനാഥ് മുതലായവ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനം? ഉത്തരാഖണ്ഡ്. ഉപ്പു സത്യാഗ്രഹത്തെ ശ്രീരാമന്റെ ലങ്കയിലേക്കുള്ള യാത്ര എന്ന് വിശേഷിപ്പിച്ചതാരാ? മോത്തിലാൽ നെഹ്റു. അടുത്ത ചോദ്യം. ഒരു ക്ഷേമരാഷ്ട്രം സൃഷ്ടിക്കുന്നതിന് സഹായകമാകുന്ന സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ പരിപാടികൾ ഗവൺമെന്റ് ഏറ്റെടുക്കണമെന്നാവശ്യപ്പെടുന്ന ഭരണഘടനാ ഭാഗം ഏത്? നിർദ്ദേശക തത്വങ്ങളാണ്. ക്ഷേമരാഷ്ട്രം എന്ന് കാണുമ്പോൾ തന്നെ അറിയാം ഏതാ? നിർദ്ദേശക തത്വങ്ങൾ. അപ്പൊ എന്താണ് ഈ ക്ഷേമരാഷ്ട്രം? എല്ലാ ജനങ്ങളുടെയും ക്ഷേമം ലക്ഷ്യമാക്കി നയങ്ങൾ ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന രാഷ്ട്രമാണേത്? ക്ഷേമരാഷ്ട്രം. ക്ഷേമരാഷ്ട്രങ്ങൾ ജനങ്ങളുടെ സർവോന്മുഖമായ ഉന്നമനം ലക്ഷ്യമിട്ട് ജനങ്ങൾക്ക് സംരക്ഷണവും സേവനവും ലഭ്യമാക്കുന്നു. പൊതുവിഭവങ്ങളുടെ വിതരണം, വിദ്യാഭ്യാസം, പൊതുജനാരോഗ്യം എന്നിവ ഒരു ക്ഷേമരാഷ്ട്രം ഉറപ്പുവരുത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഒരു 10 മുൻവർഷ ചോദ്യം നോക്കാം. ഒന്നാം കർണാട്ടിക് യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി ഏത്? ആക്സ്ല ചാപ്ല സന്ധി, ട്രീറ്റി ഓഫ് ആക്സ്ല ചാപ്ല. രണ്ടാം കർണാട്ടിക് യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി ഏത്? പോണ്ടിച്ചേരി സന്ധി. മൂന്നാം കർണാട്ടിക് യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി ഏത്? പാരീസ് ഉടമ്പടി. ഇനി വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് ആദ്യമായി തെരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനം ഏതാണ്? കേരളം. പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം ഏത്? ജയ്പൂർ. നേപ്പാ നഗർ, ന്യൂസ് പേപ്പർ വ്യവസായത്തിന് പേര് കേട്ട നേപ്പാ നഗർ ഏത് സംസ്ഥാനത്ത്? മധ്യപ്രദേശിൽ സ്ഥിതി ചെയ്യുന്നു. ഓഗസ്റ്റ് വാഗ്ദാനം, ഓഗസ്റ്റ് ഓഫർ നൽകിയപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? ലില്ലിത് ഗോ പ്രഭു. INA തടവുകാരുടെ വിചാരണ നടക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? വേവൽ പ്രഭു. സർ എഡ്വിൻ ലൂട്ടിൻസ് ഇന്ത്യയുടെ ഏത് മഹാനഗരത്തിന്റെ പ്രധാന വാസ്തുശില്പിയും യോജന രചയിതാവുമായിരുന്നു? ന്യൂഡൽഹി. അടുത്ത ചോദ്യം നോക്കാം. AK ഗോപാലന്റെ നേതൃത്വത്തിൽ നടന്ന പട്ടിണി ജാഥ എവിടെ മുതൽ എവിടം വരെയായിരുന്നു? പട്ടിണി ജാഥ നടന്നത് കണ്ണൂർ മുതൽ മദ്രാസ് വരെ. AK ഗോപാലൻ പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവാണ് AK ഗോപാലൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ AK ഗോപാലൻ. പട്ടിണി ജാഥ നയിച്ചത് AK ഗോപാലൻ. എവിടം മുതൽ എവിടം വരെ? കണ്ണൂർ മുതൽ മദ്രാസ് വരെ. ഇന്ത്യയിൽ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യത്തെ വ്യക്തിയാണ് AK ഗോപാലൻ. കുറച്ച് ജാഥകൾ നോക്കിയാലോ. പട്ടിണി ജാഥ നയിച്ച വർഷം അല്ലെങ്കിൽ നടന്ന വർഷം 1936. കണ്ണൂർ മുതൽ മദ്രാസ് വരെ നയിച്ചത് AK ഗോപാലൻ. യാചനായാത്ര 1931. എവിടം മുതൽ എവിടം വരെ? തൃശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെയാണ് യാചനായാത്ര. 1931 VT ഭട്ടതിരിപ്പാടാണ് നയിച്ചത്. സാമൂഹിക പരിഷ്കരണ ജാഥ, പ്രീവിയസ് ക്വസ്റ്റ്യൻ. സാമൂഹിക പരിഷ്കരണ ജാഥ 1968 കാഞ്ഞങ്ങാട് മുതൽ ചെമ്പഴന്തി വരെ ആര് നടത്തി? VT ഭട്ടതിരിപ്പാട് നടത്തി. സവർണ
സവർണ ജാഥ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് വൈക്കം മുതൽ തിരുവനന്തപുരം വരെ സവർണ ജാഥ സംഘടിപ്പിച്ചതാര്? മന്നത്ത് പത്മനാഭൻ. യുദ്ധവിരുദ്ധ ജാഥ SCRT ഫാക്ട് പൊയ്കയിൽ യോഹന്നാൻ എവിടം മുതൽ എവിടം വരെ? മാരംകുളം മുതൽ കുളത്തൂർ കുന്നുവരെ. രാജധാനി ജാഥ PSC ചോദിച്ചിട്ടുണ്ട്. ഈ രാജധാനി യാത്ര നടത്തിയത് അക്കാമ ചെറിയാൻ തമ്പാനൂർ മുതൽ കവടിയാർ വരെ. ജീവശിഖ ജാഥ 1959 അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ. ആര്? മന്നത്ത് പത്മനാഭൻ. കർഷക ജാഥ നയിച്ചത് AKG തന്നെയാണ്. 1960 കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. 100-ലധികം ഫാക്ട്സ്, എല്ലാം മുൻവർഷ ചോദ്യങ്ങളാണ്. നന്നായിട്ട് തന്നെ നോക്കുക. നേരത്തെ പറഞ്ഞതുപോലെ ഹർഷിതും എജുടെക് ആപ്പിൽ ക്ലാസ്സുകളൊക്കെ നടന്നു വരികയാണ്. ജോയിൻ ചെയ്യാം. നല്ല അടിപൊളി ക്ലാസ്സുകളാണ്. എല്ലാം ഞാൻ തന്നെയാണ് എടുത്തിരിക്കുന്നത്. എല്ലാവർക്കും ഒരു ബിഗിനർ ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് ബേസ് ലെവലിൽ പഠിക്കാൻ പറ്റിയ ക്ലാസ്സുകളാണ് എല്ലാം. ഓക്കെ, അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.